ഹലോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കൂബോട്ട് യൂസ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഒരു ബ്രൗസർ എടുത്തിട്ട് scoobot.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരുന്നത്. ആൻഡ് ഇവിടെ ലോഗിൻ ഓർ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലോഗിൻ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ താഴെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മളുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ ആൻഡ് പാസ്വേഡ് കൊടുക്കേണ്ടതാണ്. സോ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും എത്തുക. സോ ഇവിടെ നമ്മൾ ജിമെയിലിലേക്ക് പോയിട്ട് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ ചെയ്യേണ്ടതാണ്. സോ ജിമെയിൽ എടുക്കുമ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ വെരിഫൈ കൊടുക്കുക. സോ നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ഫ്രീ ട്രയൽ പ്ലാൻ എടുക്കുക. ഞാനിവിടെ 9900 എന്ന പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകും. സോ ആദ്യം തന്നെ ഇവിടെ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ബോട്ട് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് യൂസ് ചെയ്ത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം, വെബ്സൈറ്റ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷനാണ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. ഇനി നിങ്ങളുടെ നീഷ് അനുസരിച്ച് എന്താ ബിസിനസ് ഗോൾ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇ കൊമേഴ്സ് സെലക്ട് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മളുടെ ബ്രൗസറിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. സോ ഇവിടെ ലോഗിൻ കൊടുക്കുക. ആൻഡ് ഹലോ. നമ്മളുടെ ഇൻസ്റ്റഗ്രാം കണക്ട് ആയിട്ടുണ്ട്. സോ ഇതെന്ന് വെച്ചാൽ ഒരു ചാറ്റ് ഫ്ലോ ബിൽഡ് ചെയ്യുന്നതാണ്. ചാറ്റ് ഫ്ലോ ബിൽഡറാണ് ഇത്. നമ്മളുടെ ഡി എമ്മിലേക്ക് വരുന്ന മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡി എമ്മിലേക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് ഓൾറെഡി ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഒരു വെൽക്കം മെസ്സേജും ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലും സെറ്റ് ചെയ്ത് വെക്കാം. സോ ഡിഫോൾട്ടായിട്ട് ഇവിടെ കുറച്ച് മെസ്സേജസ് ഉണ്ടാവും. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഞാനിവിടെ ഈ ഒരു ടൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാനിവിടെ വെൽക്കം ടു ജാൻഗോ കഫേ, ഐ ടു ഹെൽപ്പ് യു. ആൻഡ് ഒരു ടൈലും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചാറ്റ് കമ്പോണൻ്റ് കൊടുത്താൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് മെസ്സേജ് സെറ്റ് ചെയ്യാം, അവരുടെ നെയിം ചോദിക്കാം, ഫോൺ നമ്പർ ചോദിക്കാം, ഇമെയിൽ ചോദിക്കാം, പിന്നെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ടൈല് നമ്മൾ ഈ ബാക്കിയുള്ള ടൈൽസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. സോ ഞാൻ എൻ്റെ വെബ്സൈറ്റിലും കൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നമ്മളെ ചാറ്റ് ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻഡ് ചാറ്റ് എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ചാറ്റ് ഫ്ലോ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷനിലാണ് നമ്മൾ ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് റിപ്ലൈ. സോ ക്രിയേറ്റ് റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് മീഡിയ ടൈപ്പ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണോ റീലാണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് എല്ലാ റീൽസിന് പോകുന്ന രീതിയിലും സെറ്റ് ചെയ്യാം, എല്ലാ റീൽസോ പോസ്റ്റിന് പോകുന്ന രീതിയിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഓരോ റീൽസിന് ഓരോ ടൈപ്പ് റിപ്ലൈസ്. സോ എനിക്കിവിടെ എൻ്റെ അക്കൗണ്ടിൽ റീൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ
ഒന്നും ഷോ ചെയ്യുന്നില്ല. സോ ഞാൻ പോസ്റ്റ് എടുക്കുകയാണ്, സ്പെസിഫിക് പോസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ ആ ഒരു പോസ്റ്റിൻ്റെ ക്യാപ്ഷൻസ് വെച്ചായിരിക്കും നമ്മൾ ആ പോസ്റ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു പോസ്റ്റ് എടുത്തു. നമുക്ക് എല്ലാ കമൻസിനും റിപ്ലൈ പോകുന്ന രീതിയിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ ഇ കൊമേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിൽ പി പ്രൈസ് അങ്ങനെയൊക്കെ സ്പെസിഫിക് കീവേഡായിട്ട് ആൾക്കാർ ചോദിക്കുമല്ലോ, ആ ഒരു രീതിയിലും സെറ്റ് ചെയ്യാം. ഞാനിവിടെ പി എന്നിട്ട് എൻ്റർ കൊടുക്കുക. പ്രൈസ് നമുക്ക് ഏതെങ്കിലും കീവേഡിന് റിപ്ലൈ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ എക്സ്ക്ലൂഡ് കീവേഡ്സിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓട്ടോമേറ്റഡ് റിപ്ലൈ നമുക്ക് ഇവിടെ കസ്റ്റം തന്നെ കൊടുക്കാം. കമൻറ്റിന് മാത്രം പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, ഡയറക്റ്റ് മെസ്സേജിന് മാത്രം പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, ഓർ കമൻറ്റ് ആൻഡ് ഡയറക്റ്റ് മെസ്സേജും കൊടുക്കാം. സോ ഞാൻ ഇവിടെ കമൻറ്റ് ആൻഡ് ഡയറക്റ്റ് മെസ്സേജാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ മെസ്സേജസ് ആഡ് ചെയ്യുന്നത്, എന്ത് മെസ്സേജാണ് റിപ്ലൈ ആയിട്ട് പോകേണ്ടതെന്ന്. സോ ഞാൻ ഇവിടെ താങ്ക് യു ഫോർ ഇവിടെ ഈ 3 ഓപ്ഷൻസ് കൊടുത്താൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഈ മെസ്സേജ് റിപ്ലൈസ് മാറിക്കൊണ്ടിരിക്കും. സോ 3 കൊടുക്കുന്നതാണ് ബെറ്റർ. താഴെയാണ് നമ്മൾ കോമൻ മെസ്സേജ് കൊടുക്കുന്നത്. സോ ചെക്ക് DM, സെൻഡ്, ടേക്ക് എ ലുക്ക് അറ്റ് യുവർ DM. അങ്ങനെ നമുക്കിവിടെ വെബ്സൈറ്റ് URL കൊടുക്കാം. സോ ഇവിടെയാണ് നമ്മൾ CTA ബട്ടൺ കൊടുക്കുന്നത്. CTA എന്ന് വെച്ചാൽ കോൾ ടു ആക്ഷൻ ബട്ടൺ. ഈ ലിങ്ക് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു ഷോപ്പിംഗ് ലിങ്ക് ആണെങ്കിൽ നമ്മളിവിടെ ഷോപ്പ് നൗ, ആൻഡ് നമ്മളുടെ ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പേജസിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. എൻ്റെ ഇവിടെ ഒരു കഫേ സൈറ്റാണ്, ഞാൻ കഫേയുടെ മെനൂസിലേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ് റിപ്ലൈ. സോ നമ്മളുടെ ഒരു ഓട്ടോ റിപ്ലൈ ഓട്ടോമേഷൻ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ. താങ്ക് യു.